പണ്ട് കാലത്തെ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ ഈ കാണുന്നൊരപ്പം. ഇതിനൊരു പ്രത്യേകിച്ച് പേരൊന്നും ഞങ്ങളിവിടെ പറയാറില്ല കേട്ടോ. അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പച്ചരി കുതിർത്തിയാണ് നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി ആയിട്ട് എടുത്തേക്കുന്നത്. ആ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് ഒരു 1.5 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക, ഒരു 3-4 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ ഈ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ആ അരച്ച് നമുക്ക് ആ അരിപ്പൊടിയിലേക്ക് ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് എടുക്കാം കേട്ടോ. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കുക ഇനി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കതിലേക്ക് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അപ്പത്തിൻ്റെ മാവിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിക്ക് വെള്ളം ചേർത്തെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ തേങ്ങ വെറുതെ ചിരകിയതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് എടുക്കുക. ഇനി ദോശക്കല്ലിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് പരത്തിങ്ങെടുക്കുക കേട്ടോ. ഒരുപാട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് പയ്യെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി നെയ്യോ എണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 2 സൈഡും മറിച്ചിട്ട് കുറച്ചധികം നേരം ഉണക്കിയെടുക്കണേ. ഉണങ്ങി വരുമ്പോഴാണ് ഈ അപ്പത്തിന് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.